ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, അത്തിവൃക്ഷത്തെ നമുക്ക് ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണാം. ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു വൃക്ഷമാണ് അത്തി. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കുകയും അവർ നഗ്നരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഉടനെ അവർ ചെയ്ത പ്രവൃത്തി അത്തിയില തുന്നിച്ചേർത്ത് ദൈവം മുമ്പാകെ അവരെ മറയ്ക്കാൻ ഒരു ഉടയാട ഉണ്ടാക്കി, അതായത് സ്വന്തമായൊരു മതം. ഉൽപ്പത്തി 3:7 ശ്രദ്ധിക്കൂ. ഉടൻ തന്നെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, ഞങ്ങൾ നഗ്നരെന്ന് അവർ അറിഞ്ഞു. അതുകൊണ്ട് അവർ അത്തിയില കൂട്ടിത്തുന്നി ഉടയാടയുണ്ടാക്കി. ഇന്ന് നാം പാപത്തെ മറയ്ക്കാൻ സ്വന്തമായ പല മതങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ദൈവം എന്താണ് ചെയ്തത്? ഉൽപ്പത്തി 3:21 കേൾക്കൂ. യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തുകൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. തുകൽ വേണമെങ്കിൽ മൃഗത്തെ കൊല്ലണമല്ലോ, അതായത് രക്തമൊഴുക്കി. വളരെ പ്രതീകാത്മകമാണത്. പിന്നീട് അങ്ങോട്ട് പഴയ നിയമത്തിൽ പലയിടത്തും അത്തിമരത്തെക്കുറിച്ചും അത്തിപ്പഴങ്ങളെക്കുറിച്ചും പ്രസ്താവിക്കുന്നതായി കാണാം. ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അത്തി ഇവിടെ കാണുന്നത്. യെശയ്യാവ് 28:4, മീഖ 7:1, ന്യായാധിപന്മാർ 9:11, യെശയ്യാവ് 34:4, 2 രാജാക്കന്മാർ 20:7, മീഖ 4:4, ഹോശയ്യ 9:10, ജെറമിയ 8:13, 1 രാജാക്കന്മാർ 4:25. ഇവയിലെല്ലാം അത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ജോയൽ, ഹബക്കുക്ക്, ഹഗ്ഗായി ഇവരും അത്തിയെക്കുറിച്ച് പറയുന്നു. ഏകദേശം 10 മീറ്റർ വരെ ഉയരത്തിലും വലിയ ഇലകളോടും കൂടി വളരുന്ന അത്തിമരം മനോഹരമായ തണലുണ്ടാക്കുന്നു. ഓരോ വർഷവും 2 വിളവുകൾ തരുന്നുവത്രേ. അത്തിവൃക്ഷം നല്ല ഫലം കായ്ക്കുന്ന ഒരു നല്ല വൃക്ഷമാണ്. ഹിസ്കിയാവിൻ്റെ രോഗശാന്തിക്കായി അത്തിപ്പഴയട ഉപയോഗിക്കുന്നതായി പറയുന്നുണ്ട്. സമൃദ്ധമായ കാനാനിൽ അത്തിവൃക്ഷമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനതയെ ചിലപ്പോഴെല്ലാം അത്തിമരമായി പ്രതിനിധീകരിക്കുന്നുണ്ട്. അത്തിയെ എടുത്തു കളയുന്ന നാളിൽ ശിക്ഷയായും വളരുന്ന നാളിൽ പുനഃസ്ഥാപിക്കുന്നതായും നമുക്ക് കാണാം. അതിൻ്റെ ആദ്യകാലത്തെ വിളവെടുപ്പിനെ യഹൂദ സഭയിലെ പിതാക്കന്മാരുമായി പ്രതീകപ്പെടുത്തിയതായി ഹോശയ്യ 9:10 വായിച്ചാൽ കാണാവുന്നതാണ്. ഇതെല്ലാം പഴയ നിയമത്തിലെ കാര്യങ്ങൾ. പുതിയ നിയമത്തിൽ 5 സന്ദർഭങ്ങളിൽ നാം ഈ മരത്തെ കണ്ടുമുട്ടുന്നു. യോഹന്നാൻ 1:48 മുതൽ 50 വരെ യേശു നഥാനിയേലിനെ, ഒരു യഥാർത്ഥ ഇസ്രായേലിനെ, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതായി കാണുന്നു. കേൾക്കൂ. അവിടത്തേക്ക് എന്നെ എങ്ങനെ അറിയാം? നഥാനിയേൽ ചോദിച്ചു. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. യേശു പറഞ്ഞു. റബ്ബി, അങ്ങ് ദൈവപുത്രൻ, അങ്ങാണ് ഇസ്രായേലിൻ്റെ രാജാവ്. നഥാനിയേൽ പ്രതിവചിച്ചു. നഥാനിയേലിന് യേശു ആരെന്ന് തിരിച്ചറിവുണ്ടാക്കിയ സന്ദർഭമാണിത്. മാർക്കോസ് 11 12 മുതൽ 14 വരെയും 20 മുതൽ 25 വരെയും മത്തായി 21 18 മുതൽ 22 വരെയും വായിച്ചാൽ യേശു ഒരു അത്തിവൃക്ഷത്തെ ശപിക്കുന്നതായി കാണാം. ബെഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് യേശുവിന് വിശന്നു. നിറയെ ഇലകളുള്ള ഒരു അത്തിമരം ദൂരെ കണ്ടിട്ട് അതിൽ ഫലം വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ ചെന്നു. എന്നാൽ അടുത്തെത്തിയപ്പോൾ ഇലയല്ലാതെ ഫലമൊന്നും കാണാഞ്ഞതിനാൽ യേശു അതിനെ ശപിക്കുന്നു. അത് അത്തിപ്പഴത്തിൻ്റെ കാലമായിരുന്നില്ല. അതിനാൽ തന്നെ മരത്തിൻ്റെ കുഴപ്പമല്ല. യേശു ചെയ്ത ഈ പ്രവൃത്തി തികച്ചും പ്രതീകാത്മകമായിരുന്നു. 3.5 വർഷക്കാലം ദൈവപുത്രനായ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടന്നിട്ടും അതിൻ്റേതായ ഫലം കാക്കാത്ത ഇസ്രായേൽ ജനതയുടെ പ്രതീകമായിരുന്നു ആ അത്തി. നിറയെ ഇലകൾ അവരുടെ മതഭക്തിയുടെ തീഷ്ണതയെ കാണിക്കുന്നു. എന്നാൽ ഒരു ഫലവുമില്ല. അതിനാലാണ് യേശു ശപിക്കുന്നത്. ലൂക്കോസ് 13 6 മുതൽ 9 വരെ വായിച്ചാൽ യേശു പറയുന്ന ഉപമയിൽ ഒരു അത്തിവൃക്ഷം കാണുന്നു. ഒരു മനുഷ്യൻ മുന്തിരിത്തോപ്പിൽ നട്ടിരുന്ന അത്തിവൃക്ഷത്തിൽ 3 വർഷമായി ഫലം അന്വേഷിച്ച് വന്നിട്ട് കാണാതാകയാൽ തോട്ടം സൂക്ഷിപ്പുകാരനോട് വെട്ടിക്കളയാൻ പറയുന്നു. എന്നാൽ തോട്ടം സൂക്ഷിപ്പുകാരനാകട്ടെ 1 വർഷത്തേക്ക് കൂടി കാക്കാമെന്ന് പറയുന്നു. അതിന് ചുറ്റും കിളച്ച് വളമിടാം, അടുത്ത വർഷം കായ്ച്ചാലോ എന്ന് പ്രത്യാശിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഉപമയിലും
ഫലമില്ലാത്ത അത്തിവൃക്ഷത്തെ വെട്ടി നീക്കാനാണ് പറയുന്നത്. എന്നാൽ ദീർഘക്ഷമയാൽ 1 വർഷം കൂടെ കാക്കുന്നു. ഇത് നാമുമായി ബന്ധപ്പെട്ട ഉപമ തന്നെ. മതഭക്തിയാൽ തഴച്ചു വളരുന്ന അത്തിമരം പോലെ ഫലം കായ്ക്കാതിരുന്നാൽ നമ്മുടെയും സ്ഥിതി ഇത് തന്നെ. മരമെല്ലാം നല്ലത് തന്നെ, ഫലമില്ലെങ്കിലോ എന്ത് പ്രയോജനം? ഗലാത്യർ 5:22 വായിക്കുക. സമാധാനം, ദീർഘക്ഷമ, ദയ, ഉദാരത, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ് യേശുവിനെ അറിഞ്ഞാൽ, കൽപ്പനകൾ പാലിച്ചാൽ, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ. അവ കായ്ക്കുക തന്നെ വേണമെന്നാണ് ഈ ഉപമ വ്യക്തമാക്കുന്നത്. ലൂക്കോസ് 21:29 മുതൽ 31 വരെ വായിച്ചാൽ കാലത്തിൻ്റെ അടയാളമായി യേശു അത്തിമരത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അത്തി മുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് പറയുന്നത് പോലെ അന്ത്യകാല അടയാളങ്ങൾ കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ യേശു പറയുന്നു. വെളിപാട് 6:13 യോഹന്നാൻ കണ്ട അവസാന നാളിൻ്റെ ദർശനത്തിൽ ഇങ്ങനെ പറയുന്നു: അത്തിവൃക്ഷം കൊടുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് തണുപ്പുകാലത്ത് കായുതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഒരു അന്ത്യകാല മുന്നറിയിപ്പാണത്. ഫലം പ്രതീക്ഷിക്കുന്ന വൃക്ഷമാണ് അത്തി. യേശു പോകുമ്പോൾ കണ്ട അത്തിമരത്തിലും മുന്തിരിത്തോട്ടത്തിലെ ഉപമയിലെ അത്തിയിലും ഫലമില്ല. നാം തഴച്ചു വളർന്നതുകൊണ്ട്, ധാരാളം ഇലകൾ ഉണ്ടായതുകൊണ്ടോ ആയില്ല സഹോദരങ്ങളെ. ഫലം കായ്ക്കണം. ഫലം കായ്ക്കുന്നത് ദൈവം ഗൗരവമായി കാണുന്നു. ആ ഉപമയിൽ യേശു മാനസാന്തരത്തിനായി സമയം കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പേരെടുത്ത് തഴച്ചു വളർന്ന് ഫലം കായ്ക്കാതിരുന്നാൽ കാര്യമില്ല. നമുക്ക് ഫലം കായ്ക്കാൻ ശ്രമിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.